ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായിട്ടുള്ള കോളേജ് യൂണിയൻ്റെ ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ കൃഷ്ണൻ, ബഹുമാനായിട്ടുള്ള വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട KM അൻവർ അലി അവർ, ബഹുമാനരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠർ, അതുപോലെ മാനേജർ ഉൾപ്പെടെയുള്ള ഏറ്റവും ബഹുമാനരായിട്ടുള്ള മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട മുൻ മാനേജർമാർ ഉൾപ്പെടെ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ വേദിയിലുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവർ, ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകർ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ, പ്രിയപ്പെട്ട കുട്ടികളെ, സഹപ്രവർത്തകർ, തുരുത്തിപ്പള്ളി സെന്റ് മേരീസ് കോളേജിൻ്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രദേശത്തെ ഏറ്റവും നല്ല അക്കാദമിക് നിലവാരമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസാണ് തുരുത്തിപ്പള്ളി സെന്റ് മേരീസ് കോളേജ്. ഇവിടെ കഴിഞ്ഞൊരു 4-5 വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു 800-ലധികം കുട്ടികൾ പഠിച്ചിരുന്നൊരു ക്യാമ്പസാണ്. ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ ക്രമത്തിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ തലമുറയിലുണ്ടായിട്ടുള്ള മാറ്റം കൊണ്ട് നമ്മുടെ ഈ കോളേജിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതിവിടെ മാത്രമല്ല, മുഴുവൻ ആർട്സ് കോളേജുകളിൽ ഇപ്പോൾ കുട്ടികളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞു വരുന്നൊരു സമയത്താണ് നമ്മുടെ ഈ ആഘോഷ പരിപാടികളൊക്കെ നടക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ പുതിയ തലമുറ മുഴുവൻ യൂറോപ്പിലേക്ക് ഇങ്ങനെ കുടിയേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. 18 വയസ്സ് പൂർത്തിയാക്കാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെയൊക്കെ ക്യാമ്പസുകളിൽ ഇപ്പോൾ ആർട്സ് സബ്ജക്റ്റിനും അല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റുകൾക്കൊന്നും ആളുകളില്ലാത്തൊരു കാലമാണ്. ആകെ കൂടി BCom മാത്രമാണ് കുട്ടികളൊക്കെ കുറെ കൂടി ഉള്ളത്. എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ നമുക്കറിയാം പലയിടത്തും ഇങ്ങനെ പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിന് പകരമായി ഡിപ്ലോമ കോഴ്സുകളുള്ള പോളിടെക്നിക്കുകളാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള ഈ ഒരു നമ്മുടെ ഈ പുതിയ തലമുറയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി നമ്മുടെ ഈ കോളേജിലും ഉണ്ടായിട്ടുണ്ട് എന്ന് സ്വാഗത പ്രസംഗത്തിൽ പ്രിയപ്പെട്ട മാനേജർ ശ്രീ ബേസിലൂടെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പക്ഷെ അതൊക്കെയാണെങ്കിൽ പോലും കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾക്ക് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരുപാട് സാധ്യതകളുള്ള കോഴ്സുകൾ ഉൾപ്പെടെ ആരംഭിച്ച് ഇത്രയും വിശാലമായിട്ടുള്ള ഒരു ക്യാമ്പസ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പസാണ് നമ്മുടെ ഈ കോളേജിന്റെ ക്യാമ്പസ്. നമ്മുടെ പള്ളിയും ഈ ഓഡിറ്റോറിയവും അപ്പുറത്തുള്ള നമ്മുടെ സ്കൂളും കോളേജും എല്ലാം ചേർന്ന് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരു ആത്മീയതയുടെ വലിയ ചൈതന്യം ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. നമുക്കറിയാം, കൊയിനോടി ഉൾപ്പെടെയുള്ള നമ്മുടെ അല്ലപ്പുഴയിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ഈ വളഞ്ഞാങ്കര വരെയുള്ള ഈ റോഡിൽ വലിയ ആത്മീയമായിട്ടുള്ള ഒരുപാട് ചൈതന്യം കുടികൊള്ളുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പം ആ നിലയിൽ ഏറ്റവും നല്ലൊരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന, ഏറ്റവും നല്ല അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസ്, അത് കുറെ കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ ഈ ക്യാമ്പസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സിലും ഒരു 10-13 വർഷത്തെ ക്യാമ്പസ് ജീവിതത്തെ കുറിച്ചാണ് എൻ്റെ മനസ്സിൽ അലയടിക്കുന്നത്. ഞാൻ 13 വർഷം കോളേജിൽ പഠിച്ച ആളാണ്. 13 വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ കണക്കൂട്ടുമ്പോൾ ഞാൻ 2 PGയും LLBയും കഴിഞ്ഞാണ്. അപ്പോൾ ഞാൻ 9 വർഷം 2 PG വരെ, അതിൽ 1 വർഷം കോഴ്സിലാകിയതുകൊണ്ട് 10 വർഷമായി. പിന്നെ 3 വർഷം LLB, അങ്ങനെ 13 വർഷം വിവിധ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി ജീവിതം നടത്തിയ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മധുരതരമായിട്ടുള്ള ഓർമ്മകളാണ് എൻ്റെ മനസ്സിൽ ഓരോ ക്യാമ്പസിൽ പോകുമ്പോൾ ഉണ്ടാകുന്നത്. പുതിയൊരു കോളേജ് ക്യാമ്പസിലേക്ക് വരുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം എന്നെയൊക്കെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചത് ക്യാമ്പസാണ്. കാലടി യൂണിവേഴ്സിറ്റിയാണ്, ഞാൻ എവിടെ പോയാലും പറയുന്നൊരു കാര്യം, കാലടി യൂണിവേഴ്സിറ്റിയാണ് എന്നെ രൂപപ്പെടുത്തി. 8 വർഷക്കാലം ആ ക്യാമ്പസിൽ പഠിക്കാൻ വലിയ അവസരമുള്ള ഒരാളാണ്. പിന്നെ മഹാരാജാസ് കോളേജിൽ 2 വർഷം പഠിച്ചു, തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ 3 വർഷം പഠിച്ചു. അങ്ങനെ 13 വർഷം വിവിധ ക്യാമ്പസുകളിൽ പഠിച്ച ഒരാളെന്ന നിലയിൽ ക്യാമ്പസ് ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നേർവഴിക്ക് നടത്തണം അല്ലെങ്കിൽ വഴിതെറ്റി പോകണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു പ്രായമാണ് ക്യാമ്പസ് ജീവിതം. ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള, ഞാൻ പ്രിയപ്പെട്ട കുട്ടികളോടാണ് പറയുന്നത്, നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഒരു അവസരം അത് ഏത് തലത്തിൽ പ്രയോജനപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നമുക്ക് വളരെ വേഗത്തിൽ വഴിതെറ്റി പോകാൻ കഴിയും. കാരണം ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് യുവത്വം, ചെറുപ്പക്കാർ വളരെ വേഗത്തിൽ വഴിതെറ്റി പോകുന്ന അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ആത്മഹത്യയെ അഭയപ്രാപിക്കുന്ന ഒരു തലമുറയായി പുതിയ തലമുറ കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ ക്യാമ്പസിലെ ഇപ്പോൾ ഈ ആഘോഷ പരിപാടികളൊക്കെ നടക്കുന്നത്. നമ്മുടെ ജീവിതാനുഭവങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു വേള ഇപ്പോൾ ഉണ്ടാകുന്നത്. ഈ വർത്തമാന കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് തിന്മയുടെ ലോകത്താണ്. ഒരുപാട് പ്രലോഭനകരമായിട്ടുള്ള തിന്മയുടെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നേരിന്റെ മാർഗത്തിലൂടെ, നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരുപാട് പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്.
ആ പാഠങ്ങളെ പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് നന്മയുടെ വഴിയിലൂടെ സഞ്ചരിച്ച് ഏറ്റവും പ്രകാശം പരത്തുന്നവരായി നമ്മുടെ ജീവിതത്തിൽ ഉടനീളം മാറാൻ കഴിയുന്ന നല്ല ചെറുപ്പക്കാരായി, നല്ല ഭാവി പൗരന്മാരായി നിങ്ങൾ മാറണമെന്നാണ് എനിക്ക് വളരെ സ്നേഹപൂർവ്വം ആശംസിക്കാനുള്ളത്. ഞാനിത് പറയാൻ കാരണം, ഞാനും നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഞങ്ങൾ ഒരുപാട് ഈ സ്കൂളുകളുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുപോലെ ക്യാമ്പസിലൊക്കെ ഒരുപാട് ഇങ്ങനെ ഈ കഴിഞ്ഞ 2-3 മാസമായി കടന്നു പോകുന്ന ആളുകളാണ്. വാർഷികങ്ങളൊക്കെ ആയിരുന്നു. ഞാനൊരു 19-ലധികം സ്കൂളുകളിൽ കഴിഞ്ഞ 2-2.5 മാസം കൊണ്ട് പങ്കെടുത്തു. നമ്മൾ എല്ലായിടത്തും പോകുമ്പോൾ പറയുന്ന, കഴിഞ്ഞ വർഷമാണെങ്കിലും അതിനു മുമ്പാണെങ്കിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയാണ്. നമുക്കറിയാം, ഒരുപാട് ദുരന്തകരമായിട്ടുള്ള അനുഭവങ്ങൾ, ഒരുപാട് വാർത്തകൾ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാവുകയാണ്. നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത, കാണാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ദൈനംദിനമായി നമ്മുടെയൊക്കെ വാർത്തകളായി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് ഈ നാട് എങ്ങനെ ഇങ്ങനെ ആകുന്നുവെന്ന് വലിയ തോതിൽ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഒരുപാട് ചെറുപ്പക്കാർ, നമുക്കറിയാം, വെഞ്ഞാറമൂടിൽ 5 പേരെ കൊലപ്പെടുത്തിയ അഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മുഖം നമുക്ക് ഓർക്കാൻ പോലും കഴിയില്ല. 5 പേരെയാണ് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള ഒരു 6-7 മണിക്കൂർ കൊണ്ട്, ഒരു 7-8 മണിക്കൂർ കൊണ്ട് 6 പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച് 5 പേർ കൊല ചെയ്യപ്പെട്ടു. സ്വന്തം പെറ്റമ്മയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച് പുറത്തു പോയി തിരികെ വരുമ്പോ സ്വന്തം ഉമ്മ മരിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു മകന്റെ ചിത്രമാണ് അഫാൻ എന്ന ഒരു മകനിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. 5 പേരെ പിതൃ സഹോദരനെ കൊലപ്പെടുത്തി, പിതൃ സഹോദരൻ ഭാര്യയെ കൊലപ്പെടുത്തി, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരനെ കൊലപ്പെടുത്തി, പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തി. അങ്ങനെ 5 പേരെ 6-7 മണിക്കൂർ സമയമെടുത്ത് കൊലപ്പെടുത്തുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പുതിയ തലമുറ മാറുകയാണ്. ഋതു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 23 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. ചേന്നമംഗലത്ത് 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തി, 4 പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച് 3 പേർ മരണപ്പെട്ടു. ഒരാൾ ഇപ്പോഴും 1.5 മാസത്തിലധികമായി മരണത്തോട് മല്ലടിച്ച് വെന്റിലേറ്ററിൽ കഴിയുകയാണ്. അപ്പൊ 4 പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച് കൊലപ്പെടുത്തി എന്ന് പറയാൻ കഴിയും. ആ 4 പേരെ വെട്ടി വീഴ്ത്തി റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ 4 പേരെ തീർത്തുവെന്ന് വെല്ലുവിളിച്ച് കടന്നു പോകുന്ന ഋതു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നമ്മുടെ മുമ്പിൽ വഴിതെറ്റി പോകുന്ന യുവാക്കളുടെ പ്രതീകമായി നിൽക്കുകയാണ്. അതുപോലെയാണ് മറ്റൊരു ചെറുപ്പക്കാരൻ 3 ആഴ്ച മുമ്പ് സ്വന്തം പെറ്റമ്മയെ കൊലപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കുകയാണ്. എന്നെ പ്രസവിച്ചതിനുള്ള ശിക്ഷയാണ് ഞാൻ എന്റെ അമ്മയോട് തീർത്തെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മൊഴി. ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ കുറിച്ച് അല്ലെങ്കിൽ യുവതലമുറയെ കുറിച്ച് വലിയ ആശങ്കകൾ ഉണ്ടാവുകയാണ്. ഒരുപാട് ആശങ്കകളാണ് നമ്മുടെ രക്ഷകർത്താക്കൾക്ക്, നമ്മുടെ അധ്യാപകർ ഉൾപ്പെടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എനിക്ക് പ്രിയപ്പെട്ട കുട്ടികളോട്, സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വഴിതെറ്റി പോകണമോ അല്ലെങ്കിൽ നന്നായി പോകണമോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമുക്ക് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് നന്നാകാനും വഴിതെറ്റി പോകാനും. പക്ഷെ എനിക്ക് പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ സഹോദര തുല്യമായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, വഴിതെറ്റി പോകുന്നതല്ല ജീവിതം. നമുക്ക് നേരിന്റെ വഴിയിലൂടെ, നന്മയുടെ വഴിയിലൂടെ ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളുമായി മാറാൻ കഴിയുന്നതാണ് ജീവിതത്തിൽ വിജയം കാണാൻ കഴിയുന്നത്. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ആയിക്കൂടാ? കാരണം ഇന്നത്തെ തലമുറയിൽ ഒരുപാട് പ്രലോഭനകരമായിട്ടുള്ള ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, നമ്മുടെ നാട്ടിലെ ഏറ്റവും മാതൃക ചെറുപ്പക്കാരായി നമുക്ക് മാറാൻ വേണ്ടി കഴിയും. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെ സൈബർ ചതിക്കുഴികളുടെ ഒരുപാട് ലോകം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം, ഇപ്പൊ ഡ്രഗ്സ് എന്ന മാരകമായിട്ടുള്ള വിപത്ത് നമ്മുടെ യുവതലമുറയെ മുഴുവൻ ഗ്രസിച്ചുകൊണ്ട്, യുവതലമുറയുടെ മസ്തിഷ്കം മുഴുവൻ ഇല്ലാതാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന, ലഹരിക്കെതിരായി വലിയ ചിന്തയുണ്ടാകുന്ന ഒരു കാലത്തിൽ മാരകമായിട്ടുള്ള വിപത്തുകൾക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം നമുക്ക് നടത്തേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെ നമ്മുടെ യുവതലമുറയെ വീണ്ടെടുക്കാനുള്ള ഒരു പുറപ്പാടിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല മാതൃക ചെറുപ്പക്കാരായി നിങ്ങൾ മാറണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ ആത്മഹത്യയെ അഭയം പ്രാപിക്കുന്ന തലമുറയാണ്. തൊട്ടാവാടികളെ പോലെയാണ് നമ്മുടെ ചെറുപ്പക്കാർ. കാരണം ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ നേരെ പോയി ആത്മഹത്യ എന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടി വരികയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ കൂവപ്പടിയിൽ ഞങ്ങളുടെ നാട്ടിൽ ചേരാനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരന്റെ മരണത്തിൽ പങ്കെടുക്കട്ടെ. 21 വയസ്സേ ഉള്ളൂ. ഒരു കാരണവുമില്ല, വളരെ ചെറിയ എന്തൊരു പ്രശ്നം ആ പയ്യൻ അലട്ടി നേരെ പോയി ആത്മഹത്യ ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കണം. അച്ഛനില്ലാത്തൊരു പയ്യനാണ്, അമ്മ മാത്രമേ ഉള്ളൂ, സഹോദരിയുണ്ട്. 2 പേർ, അമ്മയ്ക്കും സഹോദരിക്കും ഏക ആശ്രയമായിട്ടുള്ള ചെറുപ്പക്കാരനാണ്. 21 വയസ്സേ ഉള്ളൂ, നേരെ പോയി ആത്മഹത്യ ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ഈ ചൂരക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 3-4 മാസം മുമ്പ് ഒരു മരണത്തിൽ പങ്കെടുത്തു. ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. ഒരു 32 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന് അമ്മയുണ്ട്, പ്രായം ചെന്ന അമ്മയാണ്, അസുഖബാധിതയായ അമ്മയാണ്. ഒരു സഹോദരിയുണ്ട്, സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ട് സഹോദരി ഈ പയ്യന്റെ കൂടെ വീട്ടിലാണ് കഴിയുന്നത്. സഹോദരിക്ക് 2 പെൺമക്കളാണ്.
4 പേർ, അമ്മയും സഹോദരിയും സഹോദരിയുടെ 2 പെൺമക്കളും, 4 പേർ ഈ ചെറുപ്പക്കാരനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ എന്താണ് കാരണം എന്ന് പോലും പറയാതെ ഈ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, 4 പേർ അനാഥരായി മാറുകയാണ്. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമ്പോൾ ബിടെക്കിന് 86% മാർക്ക് കിട്ടിയ, എംടെക്കിന് 84% മാർക്ക് ലഭിച്ച ഒരു പെൺകുട്ടി 24 വയസ്സാകുമ്പോൾ ക്യാമ്പസ് സെലക്ഷനിലൂടെ മൾട്ടിനാഷണൽ കമ്പനിയിൽ ആദ്യ മാസ ശമ്പളം 1 ലക്ഷം രൂപയ്ക്ക് സ്വപ്ന സമാനമായ ശമ്പളത്തിൽ ജോലിക്ക് കയറിയ ഒരു പെൺകുട്ടി കമ്പനിയിൽ ജോലിക്ക് കയറി 3 മാസം കഴിയുന്നതിന് മുമ്പ് ഓഫീസിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ആത്മഹത്യ ചെയ്തൊരു വാർത്ത വായിക്കാനിടയായി. ഒന്ന് ആലോചിക്കണം, വലിയ വേദന ഉണ്ടായ ഒരു വാർത്തയാണ്. 24 വയസ്സാകുമ്പോഴേക്കും 1 ലക്ഷം രൂപ ശമ്പളത്തിൽ ജോലി കയറിയ ഒരു പെൺകുട്ടി, എംടെക്കിന് 84% മാർക്ക് കിട്ടിയ ഒരു പെൺകുട്ടി ഒരു ചെറിയ പ്രശ്നമുണ്ടായപ്പോ നേരെ പോയി ആത്മഹത്യ ചെയ്തു. എനിക്ക് ആ കുട്ടിയുടെ ആത്മഹത്യ വായിച്ചപ്പോ എനിക്ക് തോന്നിയത് ഇത്രയേറെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ആ കുട്ടിക്ക് എന്ത് കാര്യമെന്നാണ് എനിക്ക് തോന്നിയത്. കൊല്ലത്ത് അനീഷ എന്ന് പറയുന്ന 41 വയസ്സുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞൊരു 6-7 മാസം മുമ്പാണ് APPI ജോലി എന്നൊരു പെൺകുട്ടിയാണ്. സർക്കാരിന്റെ വക്കീലായി കോടതിയിൽ സർക്കാരിന് വേണ്ടി വാദിക്കുന്ന 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു പെൺകുട്ടി ഓഫീസിൽ ഒരു പ്രശ്നമുണ്ടായി നേരെ പോയി ആത്മഹത്യ ചെയ്യുകയാണ്. അങ്ങനെ ഒരുപാട് ആത്മഹത്യകൾ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാവുകയാണ്. 3 ആയുർവേദ ഡോക്ടർമാർ കേരളത്തിലെ ആയുർവേദ മെഡിക്കൽ കോളേജിൽ പഠിച്ച് BMS സർട്ടിഫിക്കറ്റ് നേടി മെഡിക്കൽമാരായിട്ടുള്ള 3 ആയുർവേദ ഡോക്ടർമാർ അന്ധവിശ്വാസത്തിന്റെ പിറകെ പോയി ഉത്തരേന്ത്യയിൽ പോയി ആത്മഹത്യ എന്ന വാർത്ത വായിക്കാനിടെ. അങ്ങനെ ഒരുപാട് ആത്മഹത്യകൾ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, ജീവിത സാഹചര്യങ്ങളുണ്ട്, നല്ല സ്റ്റാറ്റസ് ഉണ്ട്, നല്ല തൊഴിലുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയാതെ നമ്മുടെ ചെറുപ്പക്കാർ വളരെ വേഗത്തിൽ തൊട്ടാവാടികളെ പോലെ ജീവിതം ഒടുക്കുന്നവരായി മുന്നോട്ട് പോകുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട അനുജന്മാരോടും അനുജന്മാരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകും, മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാകും. പക്ഷേ അവിടെയെല്ലാം അതിനെല്ലാം അതിജീവിക്കാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്കെല്ലാം ഉണ്ടാകണം. ജീവിതത്തിൽ അനുദിനമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മറികടന്ന് നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള നിശ്ചയദാർഢ്യവും മനോധൈര്യവും ആത്മധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ നമ്മുടെ കൈമുതലായി നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനു കൂടിയാണ് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പാഠപുസ്തകത്തിൽ ലഭിക്കുന്ന അറിവ് മാത്രമല്ല, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവ് കൂടിയാണ്. ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും ഒക്കെ മറികടക്കാനുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മൾ ആർജിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അതിനെല്ലാം തരണം ചെയ്യാനുള്ള മനക്കരുത്തോടു കൂടി ജീവിതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ അടിതെറ്റി പോകാതെ, വഴിതെറ്റി വീഴാതെ, കാലങ്ങൾ വീഴാതെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള നിശ്ചയദാർഢ്യം പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ രക്ഷകർത്താക്കളെ വഴിയരികിലേക്ക് തള്ളിവിടുന്ന ഒരുപാട് ചെറുപ്പക്കാരുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ വർത്തമാന കാലഘട്ടം. ഞങ്ങളെ പോലുള്ള ജനപ്രതിനിധികൾ ദൈനംദിനമായി ഒരുപാട് രക്ഷകർത്താക്കളുടെ സങ്കടങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ പലപ്പോഴും പല രക്ഷകർത്താക്കളും വന്ന് പങ്കുവെക്കാറുണ്ട്. ജീവിതകാലത്തിന്റെ എല്ലാ സൗകര്യങ്ങളും, യൗവനകാലത്തെ എല്ലാ വ്യക്തിപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും മാറ്റിവെച്ച് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് രക്ഷകർത്താക്കൾ, ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു യൗവനകാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് വട്ടിപ്പലിശയ്ക്ക് പണക്കടമെടുത്ത് ഉമ്മർ മണയപ്പെടുത്തി വലിയ പലിശയ്ക്ക് വായ്പയെടുത്ത് മക്കളെ പഠിപ്പിച്ച് വലുതാക്കി മാറ്റി മക്കളൊക്കെ വലിയ നിലയിലെത്തി കഴിയുമ്പോൾ ജീവിതത്തിന്റെ സായന്തനത്തിൽ ജീവിതത്തിന്റെ വഴിയരികിലേക്ക്, പുറമ്പോക്കിലേക്ക്, തെരുവിലേക്ക് ഒരുപാട് രക്ഷകർത്താക്കളെ തള്ളിവിടുന്ന ഒരുപാട് മക്കളുടെ കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നത്, നമ്മൾ എവിടെ എത്തിയാലും, നമ്മൾ എവിടേക്ക് ചെന്ന് എത്തുമ്പോഴും, നമുക്ക് എത്ര പേര് സ്റ്റാറ്റസ് ഉണ്ടാക്കുമ്പോഴും സൗകര്യം ഉണ്ടാക്കുമ്പോഴും നമ്മളാക്കി മാറ്റിയ, നമുക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച നമ്മുടെ രക്ഷകർത്താക്കളെ ചേർത്ത് പിടിക്കാനുള്ള, അവർക്ക് കരുതലാകാനുള്ള, സാമീപ്യമാകാനുള്ള, സാന്നിധ്യമാകാനും, സ്നേഹമാകാനും, എന്താ പറയാ, അവർക്ക് താങ്ങും തണലുമാകാനും ഒക്കെയുള്ള വലിയ ഉത്തരവാദിത്വം കൂടി നമുക്കെല്ലാം ഉണ്ടെന്നുള്ള കൃത്യമായിട്ട് ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാകണം. നമ്മൾ എവിടെ എത്തിയാലും, എവിടേക്ക് നമ്മൾ എത്തപ്പെടുമ്പോഴും നമ്മളാക്കി മാറ്റിയ രക്ഷകർത്താക്കളെ ചേർത്ത് പിടിച്ച് അവരെ കൂടി ജീവിതത്തിൽ താങ്ങും തണലുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ
പോകാനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കെല്ലാം ഉണ്ട് എന്ന് ഈ വർത്തമാന കാലഘട്ടത്തെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിയിക്കുന്നത് കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് മുന്നോട്ട് പോകുമ്പോൾ വർത്തമാന കാലഘട്ടത്തിന്റെ എല്ലാ വെല്ലുവിളികളെയും വെച്ചെടുത്ത് അതിനെ തരണം ചെയ്ത് ജീവിതത്തിൽ വിജയം നേടാനുള്ള വലിയ ഉത്തരവാദിത്വത്തിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന അറിവുകൾ അത് ജീവിതത്തിന്റെ ഉടനീളം നിങ്ങൾ കരുത്തായി കൂടെ കൊണ്ടു നടന്ന് ജീവിതത്തിൽ ഏറ്റവും മിടുക്കന്മാരും മിടുക്കുകളുമായി മുന്നോട്ട് പോകുന്ന ഒരു നല്ല കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുരുത്തിപ്പള്ളി സെന്റ് മേരീസ് കോളേജിന്റെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും മാതൃകാപരമായി മുന്നോട്ട് പോകുമ്പോൾ ആ കോളേജിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തന പരിപാടികൾക്കെല്ലാം ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് പ്രയാസകരമായിട്ടുള്ള സാഹചര്യത്തിലും ഈ ക്യാമ്പസിന്റെ കൃത്യമായിട്ടുള്ള നേതൃത്വത്തിൽ വളരെ കൃത്യമായി അതിന് തനിമ നഷ്ടപ്പെടുത്താതെ അതിന്റെ വിദ്യാഭ്യാസ നിലവാരത്തെ താഴേക്ക് പോകാതെ ഭൗതിക സാഹചര്യം ഒരുക്കുന്നതിൽ വലിയ കാര്യക്ഷമമായിട്ടുള്ള പങ്ക് വഹിച്ചുകൊണ്ട് നേതൃത്വം വഹിച്ചുകൊണ്ട് നമ്മുടെ ഈ കോളേജിന്റെ മാനേജ്മെന്റ് പ്രതിനിധികൾ ചെയർമാൻ നമ്മുടെ മാനേജർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ നമ്മുടെ പള്ളിയുടെ നേതൃത്വത്തിലുള്ള പ്രിയപ്പെട്ട വൈദിക സെക്ഷൻ ഉൾപ്പെടെ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും കൃത്യമായിട്ടുള്ള ചുമതലകൾക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും കോളേജ് യൂണിയന്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട കോളേജ് യൂണിയൻ ഭാരവാഹികൾക്കും എല്ലാം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ കോളേജ് ദിനാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.